ബി.ജെ.പിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഏതാണ്ട് 4 ടേമോളം, അതേപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ബി.ജെ.പിക്ക് ഒരു ജനപ്രതിയായിട്ട് അങ്ങ് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും കുടുംബത്തിൽ നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും വേദനാജനകമായ വാക്കുകൾ ഉൾക്കൊണ്ടും വളരെയേറെ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ചും ജീവിച്ചു പോയിരുന്ന അങ്ങ് ഈ 2025 എപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയാണ്. എന്ത് തോന്നുന്നു, പാർട്ടിയും അങ്ങയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അങ്ങേ ഏത് രീതിയിലാണ് കാണുന്നത്? അങ്ങ് എന്താണ് ഇപ്പോൾ അങ്ങയുടെ മനസ്സിലുള്ളത്? ഈ പോരാട്ടങ്ങളെല്ലാം സംതൃപ്തി നൽകുന്നതാണോ? എന്താണ് ഇപ്പോഴത്തെ മനസ്സിലുള്ള അങ്ങയുടെ ചിന്താഗതികൾ? ഞാൻ സംഘപ്രവർത്തനത്തിൽ വന്നതിന് ശേഷം എനിക്ക് അന്നത്തെ നമ്മളെ സ്നേഹിക്കുന്ന നേതാക്കന്മാരോടൊപ്പമായിരുന്നു ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ സമരം ചെയ്യണമെന്നും ആ കൂട്ടത്തിൽ എൻ്റെ 2 അനിയന്മാരും കൂടെ കൂട്ടിയാണ് ഞാൻ പോയി സമരം ചെയ്തത്. സ്വാഭാവികമായിട്ട് അന്നത്തെ കാലത്ത് നമ്മൾ ചില കുടുംബങ്ങൾ, ഓർത്തഡോക്സ് കുടുംബങ്ങളെന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതൊക്കെ മോശമായി കാണുന്ന കാലഘട്ടങ്ങളാണ് അന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ, ജയിലിൽ പോയി കിടക്കുക എന്നുള്ള നിലയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ, വീട്ടിൽ നിന്നുണ്ടായ അനുഭവങ്ങളും ഒക്കെ വളരെ വലുതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ 4 ടൈം കൊല്ലം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം തന്നെ 2 ടൈം തിരുവനന്തപുരം മേഖലാ പ്രസിഡൻ്റായിരുന്നു. 4 ടൈമായിട്ട് ഞാൻ ദേശീയ സമിതി അംഗമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സംഘടനാ അനുഭവങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോകുന്ന സമയത്ത് അത് പിന്നെ നമ്മളങ്ങ് മറന്നു എന്ന് പറയുമ്പോഴത്തേന് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല. പക്ഷേ ആ സമയത്താണ് 2015 എമർജൻസി വിക്ടിം അസോസിയേഷന് രൂപം കൊടുക്കുന്നത്. അന്ന് നമ്മുടെ വക്കം ഗോമർ ചേട്ടനായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ രക്ഷാധികാരി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതിൻ്റെ പ്രസിഡൻ്റായി. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇതിൽ കഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് എല്ലാ ജില്ലയിലും ഒരുമിച്ചിരിക്കാനും അവരുടെ വേദനകൾ പങ്കുവയ്ക്കാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ധാരാളം അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സംഘടനാ പ്രവർത്തനവുമായിട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ 70 വയസ്സിന് മുകളിലോട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടുള്ള ജീവിതമാണ്. കാരണം വീട്ടുകളിൽ നിന്ന് കിട്ടുന്ന കുത്തുവാക്കുകളുണ്ട്, പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ മരുന്നിന് നിവൃത്തിയില്ലാത്തവരുണ്ട്. ഇന്ത്യയിൽ 1,74,000 പേര് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ്ട് കേരളത്തിൽ 7,400ഓളം പേര് പങ്കെടുത്തു. പക്ഷെ അന്ന് ഈ പങ്കെടുത്തവർ ഒരു 95% വെറും പാവങ്ങളായിരുന്നു. അവരാണ് ഇന്ന് ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനായിട്ടില്ല. ഇന്ന് എല്ലാവരും പാർട്ടിയുടെ സ്ഥാനത്ത്, സംഘടനാ സ്ഥാനത്തെത്തിക്കൊണ്ട് പിന്നെ അവരേതൊക്കെ ലോകത്താണ് എന്നുള്ള ഭാവത്തിലായിരുന്നു പോകുന്നത്. ഇന്ന് ഈ നേതാക്കന്മാർക്ക് സുഖിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റി ഇന്ന് ചിന്തിക്കുന്നില്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത്, അടിയന്തരാവസ്ഥയുടെ ക്രെഡിറ്റ് CPM കൊണ്ടുപോകാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാർ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സംഘ നേതൃത്വമായാലും ശരി, BJPയുടെ നേതൃത്വമായാലും ശരി, ഇത് സംഘ ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ BJPയുടെ ക്യാമ്പുകളിലും ഇതൊരു പഠന വിഷയമായി വെക്കണം. വരുന്ന തലമുറകൾ അടിയന്തരാവസ്ഥ എന്താണെന്നും അതിൽ നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്നും, ഇന്ത്യക്ക് 2ാം സ്വാതന്ത്ര്യം സമരം നടത്തി അത് നേടിയെടുത്തത് ആരാണെന്നും, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ആ കാലഘട്ടത്തിൽ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്താണ് എന്ന് സംഘത്തിൻ്റെ പുതിയ തലമുറ, BJPയുടെ പുതിയ തലമുറ അറിയണം. പക്ഷെ ആരും ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നേതാക്കന്മാർ പലരും ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന സമയമല്ലായിരുന്നു? അതെ, അന്ന് CPI അച്യുതമേനോൻ മുഖ്യമന്ത്രി, K. കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. പക്ഷേ CPM പുറത്തായിരുന്നു. അങ്ങനെ CPMന് അത് നമ്മുടെ MP മൻമോഹൻ സാറ് ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞിട്ട് സമിതിക്ക് രൂപം കൊടുത്തു, ആൾ ഇന്ത്യ ബേസിൽ.
അത് കേരളത്തിൽ അതിൻ്റെ ചെയർമാൻ പിന്നെ മന്മഥ് സാറായിരുന്നു. പിന്നെ രാമപിള്ള ചേട്ടൻ അതിൻ്റെ സ്റ്റേറ്റ് കൺവീനറായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ആ സമയത്ത് CPM-ൻ്റെ നേതാവ് ശ്രീ EM ശങ്കര നമ്പൂതിരിപ്പാടുമായിട്ട് നമ്മുടെ ലോക സംഘർഷ സമിതിയുടെ നേതാക്കന്മാരൊക്കെ ആയിട്ട് പോയി ബന്ധപ്പെട്ടു. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി ഇന്നിരിക്കുന്ന നേതാക്കന്മാർക്ക് അറിയാമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ സമരം ചെയ്യാൻ ഒന്നും പറ്റില്ല, ഞങ്ങൾ വേറെ മാറി നിന്ന് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം മാറുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് ആ സമരം നടത്താൻ വേണ്ടിയിട്ട് RSSഉം ജനസംഘവും പിന്നെ ആൾ ഇന്ത്യ ബേസിൽ പല ചില സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അല്ലാതെ ഈ CPM-കാർ ആരും തന്നെ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പരസ്യമായി ഇറങ്ങി സമരം ചെയ്ത് ജയിലിൽ പോയവരല്ല. പിന്നെ K. കരുണാകരൻ്റെ പോലീസ് അവരുടെ മുൻ വൈരാഗ്യങ്ങളുമൊക്കെ വെച്ച് പല നേതാക്കന്മാരെ, ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരെ വീട്ടിൽ ചെന്ന് പിടിച്ചുകൊണ്ട് പോയി ജയിലിലടച്ച അനുഭവമാണ് ഉണ്ടായത്. അവർക്ക് പീഡനം ഒന്നും ഏൽക്കേണ്ടി വന്നില്ല, മർദ്ദനങ്ങളോ അത്തരം ഒന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല. അല്ല, ഈ പിണറായി വിജയനൊക്കെ കുറേ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വേറെ ആർക്കും അങ്ങനെ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളതായിട്ട് അറിയാൻ പാടില്ല. അടിയന്തരാവസ്ഥ സമയത്ത് നടന്ന ഇലക്ഷനിൽ ഇവിടുത്തെ ഈ ചെറിയ നമ്മുടെ ഈ ചടയമംഗലത്ത് ഒരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കുക ഉണ്ടായോ? അല്ല, വാർഡിലല്ല. അതായത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 77 ഉള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുവാണ്. സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കടയ്ക്കൽ സുന്ദരേശനാണ്. അദ്ദേഹത്തിന് വേണ്ടി ഈ മണ്ഡലത്തിലെ മുഴുവൻ അന്നുണ്ടായിരുന്ന RSSൻ്റെ പ്രവർത്തകരും എല്ലാ മേഖലയിലും സജീവമായി രംഗത്തിറങ്ങിയത്. പിന്നെ RSSൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചാൽ അതിനെ വിജയിപ്പിക്കുക എന്നുള്ള തലത്തിലാണ് നീങ്ങുന്നത്. ആത്മാർത്ഥ, അവിടെ സമ്പത്ത് നോക്കില്ല, മറ്റൊന്നും നോക്കില്ല. അപ്പോഴങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വീകരണം ഈ എൻ്റെ സ്ഥലത്ത്, എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചാൽ ആ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത് അന്നത്തെ കാലത്ത്. അങ്ങനെ വന്നപ്പോൾ അവിടെ മയക്ക് വെച്ച് കെട്ടി അവിടെ പിന്നെ ഇലക്ഷന് വേണ്ടി പ്രസംഗിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും പിന്നെ നൂറുകണക്കിന് ആൾക്കാർ, ഈ മേഖലയിലുള്ള ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അന്ന് അദ്ദേഹം തന്നെ അതിശയിച്ചു പോയി. കാരണം ഇവിടെ മൈക്കൊക്കെ വെച്ച് കെട്ടി ഇത് നടത്താൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതല്ലേ. പിന്നെ അതോടൊപ്പം തന്നെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭ്യർത്ഥനകളും മറ്റ് കാര്യങ്ങളും എനിക്കന്ന് സ്വന്തമായിട്ട് പ്രസ് ഉണ്ടായിരുന്നത്. എൻ്റെ പ്രസ്സിൽ നിന്നാണ് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അത്തരം ഒരു തീരുമാനം ഉണ്ടാവാൻ ഈ അടിയന്തരാവസ്ഥയല്ലേ അങ്ങനെ ഒരു സഹായത്തിന് കാരണം ഉണ്ടാവാൻ? തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥ തന്നെയാണ്. കാരണം അന്ന് നമുക്ക് മറ്റാരുമായിട്ടും ഈ CPM-ന് മറ്റാരുമായിട്ട് യോജിക്കാനൊക്കത്തില്ല, നമുക്ക് മറ്റാരെ ഈ കാര്യത്തിൽ ഉൾക്കൊള്ളാനും ഒക്കത്തില്ല. അത് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് പാർട്ടി, രാജ്യത്തുള്ള ഏത് പാർട്ടി ആയാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ ഈ ഭരണത്തിനും വിജയത്തിനും ഉണ്ടായ ഏകമായ ഒരു കാരണമാണല്ലോ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളും ഭരണത്തിലെത്താൻ കഴിഞ്ഞു. അതേപോലെ ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ കേരളത്തിലും അതിനോടനുബന്ധിച്ച് പല ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ അത്തരത്തിൽ ഈ കാരണത്തിന് കാരണക്കാരായ ഇതിനു വേണ്ടി ശ്രമിച്ചവരെ അത്തരത്തിൽ രീതിയിൽ ഇപ്പോഴത്തെ നേതാക്കളോ പാർട്ടി പ്രവർത്തകരോ അങ്ങനെ ഒരു പരിഗണന കിട്ടുന്നുണ്ട്? അത് ഒരിക്കലും ഇതുവരെ അങ്ങനൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചോ അന്നത്തെ ഈ ജയിലിൽ പോയവരുടെ കഷ്ടപ്പാടിനെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചോ അവർക്ക് അറിയുന്നില്ല, അവരറിയാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് അതിൽ ശക്തമായ ഒരു പ്രതിഷേധം ഈ അടിയന്തരാവസ്ഥയ്ക്ക് അറസ്റ്റ് വെച്ച് ജയിലിൽ പോയവർക്ക് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. 50 വർഷം അടിയന്തരാവസ്ഥയുടെ അത് മനസ്സിൽ ഉൾക്കൊണ്ട് നടത്തുന്ന പരിപാടികളിൽ ജീവിച്ചിരിക്കുന്നവർ, അന്ന് ആ അടിയന്തരാവസ്ഥയിൽ പീഡനങ്ങൾ ഏറ്റ് ജീവിച്ചിരിക്കുന്നവരെ മുന്നിൽ നിർത്താൻ പലരും മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ പല കാര്യങ്ങളും തുറന്ന് സംസാരം കൊടുത്തത്, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അങ്ങനെ വന്നാൽ ഇപ്പം നമ്മളൊന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സമൂഹം അറിയുകയും ഇവർ ചെറുതായി പോകുമോ എന്നുള്ള ചിന്ത ഒരു പക്ഷേ അവരുടെ മനസ്സിലുണ്ടായിക്കൂടാകുകയില്ല. സത്യത്തിൽ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ മുൻനിർത്തി അവരെ പിന്നെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വേണം പ്രവർത്തിക്കേണ്ടത്. അവർക്കന്ന് സാമൂഹ്യ ബന്ധങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. പഴയ കാലത്തെ സംഘടനാ പ്രവർത്തകർക്കുണ്ടായിട്ടുള്ള ബന്ധങ്ങൾ ഇന്നൊരു പക്ഷേ ഇന്ന് പ്രവർത്തിക്കുന്നവർക്ക് അത് ലഭ്യമല്ല എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്.
അപ്പോൾ ഈ 50 വർഷം എന്നുള്ളത് ഇനി വർഷം കഴിയും തോറും ഇത്തരം അടിയന്തരാവസ്ഥയിൽ പ്രവർത്തിച്ചവരും പീഡനം അനുഭവിച്ചവരെയും ഈ ഭൂമിയിൽ തന്നെ കാണാത്ത ഒരു അവസ്ഥയുണ്ടാകും. അന്നേരം ഈ ആദരവിൻ്റെ 10 മടങ്ങ് ആദരവ്, ജീവിച്ചിരിക്കുന്നവർക്ക് ആദരവ് കൊടുക്കാതെ മരണപ്പെട്ടവർക്കുള്ള ആദരവായിരിക്കുമോ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ അവർ നൽകാൻ തീരുമാനിക്കുന്നത്? ഇത് ഈ ചിന്തകളും ഈ ഓർമ്മകളും ഒക്കെ നിലനിർത്താൻ ആരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ മൺമറഞ്ഞ് തന്നെ പോകും. ഇതൊക്കെ ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ. എന്നാലും അന്നത്തെ പീഡനത്തിൽ കൊണ്ട ആത്മധൈര്യമാണോ ഇപ്പോൾ മനസ്സിലുള്ളത്? അതോ എന്തെങ്കിലും ഇത്തരത്തിൽ നമ്മളെ ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും മുന്നിട്ട് നിന്നതിൽ പരിഗണിക്കാത്തതിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമമുണ്ടോ? അല്ല, പരിഗണിക്കുന്നവരില്ല എന്നുള്ളതല്ല, പരിഗണിക്കുന്നവർ ധാരാളം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ നമ്മൾ ഇന്നത്തെ നേതൃത്വം ഇതിനെപ്പറ്റി മനസ്സിലാക്കി പ്രവർത്തിക്കാത്തതുകൊണ്ടും, പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പച്ചയായിട്ട് തുറന്നു പറയും. അതാരോടായാലും ശരി. എനിക്ക് ഒരു സ്ഥാനവും വേണ്ട, ഒരു സ്ഥാനമോഹിയല്ല ഞാൻ അങ്ങനെയല്ല സംഘടനാ പ്രവർത്തനം ചെയ്തു വന്നിട്ട്. സ്ഥാനം എൻ്റെ പിറകെ വന്നിട്ടേ ഉള്ളൂ, ഞാൻ സ്ഥാനത്തിന് പിറകെ പോയിട്ടില്ല. പക്ഷേ ഇന്ന് സ്ഥാനത്തിന് വേണ്ടി പലരും കളിപിടി കൂട്ടി അടിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. തീർച്ചയായിട്ടും സംഘടന ആ തലത്തിലേക്ക് പോകുന്നതിൽ വളരെയധികം മനസ്സിൽ പ്രയാസമുണ്ട്. ഇന്നിപ്പോൾ മുതിർന്ന ശിവദാസൻ ചേട്ടൻ്റെ വീട്ടിൽ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും വന്ന് ഒരു ആദരവ് കൊടുക്കുകയുണ്ടായി. അന്ന് പോരാടുമ്പോൾ ഉള്ള ഊർജം, ആ ധൈര്യം ഇന്നും മനസ്സിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആർക്ക് വേണ്ടിയാണോ നമ്മൾ വരും തലമുറയ്ക്ക് പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കുന്നതിൻ്റെ അഭിമാനത്തിലാണ്. ഇനി കേരളത്തിലും നമുക്കൊരു MP ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. MP ഉണ്ട്. അതേപോലെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി നാളെ കേരള സംസ്ഥാനവും ഭരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും അവസരങ്ങൾ ധാരാളമുണ്ട്. ഇന്നിപ്പം നമ്മുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം വളരെ പ്രതീക്ഷയോടും വളരെ ആത്മാർത്ഥമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എത്ര കണ്ട് താഴോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകയാണ് സംഗതി. ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും, അതിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ വെറുത്തിരിക്കുകയാണ് ആൾക്കാർ. അതുപോലെ തന്നെ കോൺഗ്രസിനെ വെറുത്തിരിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദി എന്നുള്ള ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആ ജീവിതവും ആ സംഘടനാ പ്രവർത്തനവും ഭരണ മികവും ഇന്ന് ലോക രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന തലത്തിലെത്തിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ RSS കൂടെ അദ്ദേഹം പ്രവർത്തിച്ച് വളർന്നു വന്ന RSSൻ്റെ ആദർശവും എന്തായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇന്ന് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ലോകം മൊത്തം അറിയപ്പെടുന്ന വ്യക്തിയായും രാജ്യത്തിൻ്റെ നന്മകൾക്കും ഗുണങ്ങൾക്കും വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആത്മാർത്ഥത ഉണ്ടായത് RSSൻ്റെ പ്രവർത്തകനായി വളർന്നു വന്നതുകൊണ്ടാണ്. പക്ഷേ അത് ആ തലത്തിലേക്ക് നമ്മളിപ്പോൾ എല്ലാവർക്കും ആ ഒരു അനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ആ അനുഭവം മനസ്സിലാക്കണം. ഇന്ന് നരേന്ദ്രമോദിയുടെ ഇമേജാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് മൊത്തം ഉള്ളത്, കേരളത്തിലും ഉള്ളത് അതാണ്. ആ ഇമേജിൻ്റെ പുറത്താണ് പോകുന്നത്. അതോടൊപ്പം ഇമേജുള്ള സ്ഥാനാർത്ഥികൾ, ജനം അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഈ തലത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും കേരളത്തിൽ ഭരണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനൊരു അവസരം ഇപ്പോഴുണ്ട്. ഈ അവസരം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അവസരം കിട്ടില്ല. അതിന് പറ്റിയ ഒരു സംസ്ഥാന നേതാവ്, ഒരു സംസ്ഥാന പ്രസിഡൻറ്റും ഇവിടെ വന്നിട്ടുണ്ട്. അതേ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.